പാലാ ബിഷപ്പ് വിരൽ ചൂണ്ടിയത് ഒരു സമുദായത്തിലേക്കോ? കഴിഞ്ഞ ദിവസം പാലാ രൂപതാ ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ട് നടത്തിയ പ്രസ്താവന രാജ്യശ്രദ്ധ നേടിയിരിക്കുകയാണ്. മുഖ്യധാരാ മാധ്യമങ്ങളിലെ ചർച്ചാ വിഷയവും ഇതുതന്നെയായിരുന്നു. എന്നാൽ ഇവിടെയെല്ലാം ഉയരുന്ന ഒരു ചോദ്യം ഇതാണ്: പിതാവ് വിരൽ ചൂണ്ടിയത് ഒരു സമുദായത്തിലേക്ക് മാത്രമാണോ? അദ്ദേഹം ഒരിക്കലും ഒരു മതത്തെയോ അവരുടെ വിശ്വാസത്തെയോ തള്ളി പറഞ്ഞിട്ടില്ല. മറിച്ച് ഇസ്ലാമിലെ ചെറിയ ഗ്രൂപ്പുകൾ, ജിഹാദികൾ എന്നിങ്ങനെ വളരെ വ്യക്തമായി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഒരു സമുദായത്തെ മുഴുവൻ അടച്ചാക്ഷേപിച്ചു എന്ന് നിലവിളിക്കുന്നവരുടെ ലക്ഷ്യം മറ്റൊന്നാണ്. അദ്ദേഹം ഒരു സമുദായത്തെ മുഴുവൻ ആക്ഷേപിച്ചു എന്ന് പറയുമ്പോൾ ആ മതത്തെ അല്ലെങ്കിൽ കേരള സമൂഹത്തെ മുഴുവൻ അദ്ദേഹത്തിനെതിരായി തിരിക്കാൻ സാധിക്കുമെന്ന പൊള്ളയായ ആഗ്രഹമാണ് ഇതിന് പിന്നിലുള്ളവർക്ക്. താലിബാനെ വിമർശിക്കുമ്പോൾ അത് അവർ വിശ്വസിക്കുന്ന മതത്തിനെയോ അവരുടെ പ്രത്യയശാസ്ത്രത്തിനെയോ അല്ല, മറിച്ച് അവർ പ്രചരിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന തീവ്രവാദ ചിന്തകൾക്കും പ്രവർത്തനങ്ങൾക്കുമെതിരെയാണ്. ഇത് തന്നെയാണ് പിതാവും പറഞ്ഞത്. ജിഹാദ് ഗ്രൂപ്പുകൾ പ്രചരിപ്പിക്കുന്ന ലവ് ജിഹാദിനും നാർക്കോട്ടിക് ജിഹാദിനുമെതിരെയാണ് പിതാവ് പ്രതികരിച്ചത്. ഇതിന് തെളിവ് ചോദിക്കുന്നവരുടെ മുന്നിൽ ജീവിക്കുന്ന പലരുടെയും സാക്ഷ്യങ്ങളുണ്ട്. എന്നിട്ടും അവർ കണ്ണടച്ച് ഇരുട്ടാക്കുകയാണ്. തീവ്ര ചിന്താഗതികളും മതസ്പർദ്ധയും അസഹിഷ്ണുതയും വളർത്താൻ ശ്രമിക്കുന്ന ചുരുക്കം ചില മുസ്ലിം ഗ്രൂപ്പുകളും തീവ്ര ജിഹാദി സംഘങ്ങളും ലോകമെമ്പാടും ഉണ്ട്. ഇവർ കേരളത്തിലുമുണ്ട്. ഇതാണ് കല്ലറങ്ങാട്ട് പിതാവ് പറഞ്ഞു വെച്ച ആശയം. ഇവിടെ അദ്ദേഹം ഒരു സമുദായത്തെയോ മതത്തെയോ അല്ല പറഞ്ഞതെന്ന് വളരെ വ്യക്തമാണ്. പിന്നെ എന്തിനാണ് മതത്തെയും സമുദായത്തെയും ഇവിടെ ചില മാധ്യമങ്ങളും രാഷ്ട്രീയ നേതാക്കളും വലിച്ചിഴക്കുന്നത്? അതിനു പിന്നിൽ വ്യക്തമായ ഒരു മാധ്യമ അജണ്ട ഉണ്ടെന്നത് തിരിച്ചറിയേണ്ട സത്യമാണ്. പ്രണയം നടിക്കുന്ന പ്രണയവിവാഹങ്ങളാണ് ലവ് ജിഹാദ്. മതം വളർത്തുക എന്ന നിഗൂഢ ലക്ഷ്യം മാത്രമാണ് ഇതിന് പിന്നിലുള്ളത്. ഇഷ്ടമുള്ള വ്യക്തിയെ വിവാഹം കഴിക്കുക എന്ന മൗലിക അവകാശം നിലനിൽക്കുമ്പോൾ ഇതിന് ഇരയാക്കപ്പെട്ടവർക്ക് നിയമത്തിന്റെ യാതൊരു സഹായവും ലഭിക്കാത്ത അവസ്ഥയാണ് നമ്മുടെ നാട്ടിലുള്ളത്. ഈ അവസരത്തിൽ സ്വന്തം കുട്ടികളെ മൂല്യബോധമുള്ളവരായി വളർത്താൻ മാതാപിതാക്കൾക്ക് സാധിക്കണമെന്നാണ് പിതാവ് ആഹ്വാനം ചെയ്തത്. ലോകത്തെവിടെയും നിർവചിച്ചിട്ടില്ലെങ്കിലും കേരള സമൂഹത്തിൽ ഒരു നീറുന്ന യാഥാർത്ഥ്യമായി നിലകൊള്ളുന്ന മതമാറ്റ തന്ത്രമാണ് ലവ് ജിഹാദ്. ഇതിനെതിരെ ശക്തമായ നിയമ നടപടികൾ കൊണ്ടുവരുവാൻ ഇപ്പോൾ അലമുറയിടുന്ന ഭരണാധികാരികൾക്ക് സാധിക്കണം. കേരളത്തിൽ മുൻകാലത്തെ അപേക്ഷിച്ച് മയക്കുമരുന്നിന്റെ ഉപയോഗം വർദ്ധിച്ചിരിക്കുന്നു എന്നത് പരസ്യമായ യാഥാർത്ഥ്യമാണ്. ഇതിനെക്കുറിച്ച് മുൻ DGP ലോക്നാഥ് ബെഹ്റ തന്നെ പരാമർശിക്കുകയുണ്ടായി. കേരളത്തിലെ യുവതി-യുവാക്കളെ കാർന്നു തിന്നുകൊണ്ടിരിക്കുന്ന ഈ പൈശാചിക പ്രവണതയ്ക്കെതിരെ പുതുതലമുറയെ ബോധവൽക്കരിക്കുക എന്ന ഇടയധർമ്മമാണ് കല്ലറങ്ങാട്ട് പിതാവ് നിർവഹിച്ചത്. അദ്ദേഹം തന്റെ പ്രസ്താവന നടത്തിയത് ഇടയ ജനത്തിന് മുന്നിൽ വെച്ചാണ്. ആടുകളെ ശരിയായ ദിശയിൽ നയിക്കണമെന്ന ഇടയന്റെ ധർമ്മം മാത്രമാണ് കല്ലറങ്ങാട്ട് പിതാവ് നിർവഹിച്ചത്.